ഹലോ ഗായ്സ്, റെസ്പി സീരീസിന്റെ 21ാമത്തെ എപ്പിസോഡിൽ എല്ലാവരും സാധാ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ വില്ലേജിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മളോട് ഒരു പോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ കാണുന്നത് നമ്മളോട് ഒരു ആർമസ്റ്റാനൊക്കെ വെച്ച് ചെറിയൊരു സ്റ്റോറി ഒക്കെ കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഇന്ന് നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട്, അതൊക്കെ ഒന്ന് തീർക്കണം. അതിന് മുമ്പ് നമ്മുടെ പ്രോജക്ട് ബോർഡിലോട് നമ്മൾ പ്രോജക്ട് ബോർഡിലോട് പോയി കുറെ ഫാമൊക്കെ ആഡ് ചെയ്യണം. ഞാൻ പ്രോജക്ട് ബോർഡ് ആഡ് ചെയ്തേക്കുന്ന ഈ 2 ഫാം ആഡ് ചെയ്യാൻ വേണ്ടിയല്ല, കുറെ സ്പേസ് ഇനിയും കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ബിൽഡ് വേണ്ടേ? അപ്പൊ ഗൈസ്, നമുക്ക് നമ്മുടെ ഒരു ഫാം എഴുതണം. അപ്പം നമ്മുടെ ഫാം ഏതാന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗാർഡിയൻ ഫാം ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. നമുക്കൊരു മോണുമെന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഗാർഡിയൻ ഫാം നമുക്ക് ഇവിടെ എഴുതി വെച്ചേക്കാം. അപ്പൊ ഗൈസ്, നമ്മളിവിടെ ഗാർഡിയൻ ഫാം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു ഫാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്ലൈം ഫാം നമുക്ക് ഉടനെ ഉണ്ടാക്കണം. അതിന് സ്ലൈം ചങ്കൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ ഗൈസ്, നമുക്ക് ഇവിടെ നമ്മുടെ നെതർ ഹബും കൂടെ എഴുതിയേക്കാം. ഒട്ടും സമയം കളഞ്ഞ് നമുക്ക് അതിന്റെ വേറെ കുറച്ച് പരിപാടികളുള്ളതാണ് ഇന്ന്. അപ്പം നമ്മുടെ നെതർ ഹബ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ്, നമുക്കിപ്പോൾ 4 സാധനങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. നെതർഹം നമ്മുടെ ഫാം അല്ല, ഒരു ഡിസൈനിങ് ചെയ്യുന്ന സാധനമാണ്. നമുക്ക് നെതർ അങ്ങോട്ട് പെട്ടെന്ന് പറന്ന് നടക്കാനും ഒക്കെ വേണ്ടിയുള്ളതാണ്. അപ്പൊ ഗൈസ്, നമുക്ക് നമ്മുടെ റോക്കറ്റ് നമ്മുടെ കയ്യിലില്ല. നമുക്ക് കുറച്ച് റോക്കറ്റ് എടുക്കാം. നമ്മുടെ റോക്കറ്റ് ഒക്കെ തീർന്ന് വരുന്നു. നമ്മുടെ എൻട്രജസ്റ്റിൽ അല്ല, നമ്മുടെ ഷൾക്കർ ബോർഡ്സിന്റെ അകത്ത് റോക്കറ്റ് ഒക്കെ ഉണ്ട്. എല്ലാം തീർന്ന് വരും. നമുക്ക് ഇനി കുറച്ച് എഫ് ഒക്കെ നിൽക്കണം. അപ്പൊ നമ്മുടെ പോണ്ട് ഇച്ചിരിയുടെ നമ്മളിവിടെ പിക്കിളൊക്കെ ആഡ് ചെയ്യണം. നമ്മൾ ഉടനെ പറഞ്ഞായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ്. ഈ എപ്പിസോഡ് നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡ് കുറച്ച് ലെങ്ത് ആയി പോയി, അതുകൊണ്ടാണ് ഞാനതൊന്ന് ആഡ് ചെയ്യാഞ്ഞത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓഫ് ക്യാമറ പിക്കിളൊക്കെ ഉള്ള ഒരു ഏരിയ കണ്ടുപിടിക്കുക. അതിന്റെ പേര് ഞാൻ മറന്നിട്ടുണ്ട്. അപ്പൊ ഞാനവിടെ നെതറിലും കുറച്ച് ഒരു ചെറിയൊരു ഹബ്ബൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഗൈസ്, ഞാനൊരു സാൻഡ് ബായും കണ്ടുപിടിച്ചിട്ടുണ്ട്. സാൻഡും ടെറാക്കോട്ടയും പിന്നെ ഒരു സാൻഡിലെ ഒരു വില്ലേജും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അതിന് മുമ്പ് എന്റെ ചെസ്റ്റ് നിങ്ങളെ തുറന്ന് കാണിച്ചു തരാം. ഗൈസ്, ഇത് നോക്കി, ഇതാണ് എന്റെ ചെസ്റ്റ്. ഇത് കണ്ടോ എന്തോരം സാൻഡാന്ന്. ഒരു 2 ഡബിൾ ചെസ്റ്റ് നിറച്ച് സാൻഡ് ഞാൻ മൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ്, നമ്മുടെ ഷൾക്കർ ബോട്ട്സ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ പണിയെല്ലാം എളുപ്പമാക്കിയത്. അപ്പൊ ഗൈസ്, നോക്കുവാണെങ്കിൽ ഇനി നമുക്ക് നെതറിലോട്ട് പോയി ഞാൻ ഹബ്ബ് ഉണ്ടാക്കിയതും പിന്നെ നമ്മുടെ ഡെസേർട്ടിലോട്ട് പോകുന്ന ഹബ്ബൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളെ പറഞ്ഞ് കാണിച്ചു തരാം. അപ്പൊ ഗൈസ്, നമുക്ക് നേരെ ഇനി നെതറിലോട്ട് കയറാം. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ നെതർ പോർട്ടൽ, നമ്മുടെ മെയിൻ നെതർ പോർട്ടൽ വരുന്നത്. അപ്പം ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഞാൻ അധികം സെറ്റ് ചെയ്തിട്ടില്ല, ഇവിടെ ഞാൻ മൂടി വെച്ചേക്കുവാണ്. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇങ്ങോട്ടാണ് നമ്മുടെ മെയിൻ ആയിട്ട് പോകുന്ന ഹബ്ബ്. ഇതിന്റെ പുറംവശം ഞാൻ വേണ്ടി പൊറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് ഗൈസ് ഇതിന്റെ പുറംവശം. അപ്പൊ ഗൈസ്, നമുക്ക് തിരിച്ച് മൂടി വെച്ചേക്കാം. ഇതാണ് നമ്മുടെ സാൻഡ് ബയോമിലോട്ട് പോകാനുള്ള ഏരിയ. അപ്പൊ ഞാൻ ഇവിടെ ചെറുതായിട്ട് ചുമ്മാ ജസ്റ്റ് സേഫിന് വേണ്ടി സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ നേരെ റോക്കറ്റ് ഇടുക, ഒറ്റ പറക്ക്. അപ്പൊ ഇത് ഫുള്ള് ഓഫ് ക്യാമറ ചെയ്തതാണ്, അതുകൊണ്ടാണ് ഡിസ്പ്ലേ വരാൻ ഇച്ചിരി താമസിച്ചത്. ഞാനിപ്പം ബാക്കി ഫുള്ള് പണിയുന്നില്ല. നെതർ ഹബിന്റെ ഡിസൈൻ ആയിട്ട് ഞാൻ നെതർ ഹബ് പണിയാനിരിക്കുവാണ്. ഞാൻ അതുകൊണ്ടാണ് ബാക്കിയൊന്നും പണിയാത്തത്. അപ്പൊ ഗൈസ്, ഞാനിങ്ങനെ പോർട്ടലിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ പോർട്ടലിനകത്തോട്ട് കയറുവാണെങ്കിൽ ഗൈസ്, പിന്നെ മറന്നു, ഞാൻ ഒരു ജംഗിളും കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളോട് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പൊ ഗൈസ്, നമ്മുടെ ഈ പോർട്ടൽ സ്പോൺ ആയിരിക്കുന്നത് നമ്മുടെ ജംഗിളിലാണ്. അപ്പൊ ഗൈസ്, ഞാൻ ജംഗിൾ കണ്ടുപിടിക്കാൻ വന്നപ്പോൾ ഇവിടുന്ന് കുറച്ച് ബാമ്പൊക്കെ കൊണ്ട് ഞാൻ ഫാം ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ടൊന്ന് പറന്നു നോക്കിയപ്പം ഞാനിവിടെ വലിയൊരു സാൻഡ് ബയോമും ഒരു ടെറാക്കോട്ട ബയോമും കണ്ടു ഗൈസ്. പിന്നെ എനിക്കെന്തോ സ്വർഗം കിട്ടിയവരായിപ്പോയി ഗൈസ്. അതാണ്. പിന്നെ ഇവിടെ കുറച്ച് ഫ്രണ്ടിൽ വന്നപ്പോൾ ഇവിടെ ഒരു വില്ലേജും കിട്ടി ഗൈസ്. ഇവിടെ നമ്മുടെ 1.20 എന്ന നമ്മുടെ ക്യാമലും ഉണ്ട്. അപ്പം ഇതുണ്ടല്ലേ ഗൈസ്, നമ്മുടെ ക്യാമലും ഉണ്ട്. നമുക്ക് സാഡനില്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു എപ്പിസോഡ് ഇവനെ കൊണ്ടുപോകണം. ഇപ്പൊ നമുക്ക് ഇവന്റെ അടുത്തുനിന്ന് ഇറങ്ങിയേക്കാം. അപ്പൊ ഗൈസ്, നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ വീട്ടിരിപ്പുണ്ട്. ഇത് നമുക്ക് നൈസായിട്ട് ചെറിയ അടിച്ചു മാറ്റിയേക്കാം. അപ്പൊ ഗൈസ്, നമ്മുടെ എൻട്ര ചെസ്റ്റ് വന്നിട്ട് നമ്മുടെ ഹോയിങ് എടുത്തേക്കാം. ഞാൻ ഇതിനകത്താണ് ഇതെല്ലാം വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് നൈസായിട്ട് എല്ലാം ഹേബിൽ എടുത്ത് മാറ്റിയേക്കാം. നമുക്ക് ഇതൊക്കെ ആവശ്യം വരാതിരിക്കത്തില്ല, ബാക്കി ഇനി ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഈ വില്ലേജ് കിട്ടി. ഇനി നമ്മുടെ ഈ വില്ലേജ് ഗൈസ്, ഇനി അവിടെ കുറച്ച് ഹേബിളുണ്ട്, അതുകൂടെ നമുക്ക് നൈസ് മൈൻ ചെയ്തെടുത്തേക്കാം. അപ്പൊ ഗൈസ്, ഞാൻ ഇതൊന്ന് ഫുൾ ഒന്ന് മൈൻ ചെയ്തെടുക്കട്ടെ. അപ്പൊ ഗൈസ്, ഞാൻ ഫുൾ മൈൻ ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ്, നൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് എവിടെയെങ്കിലും ഒരു ബെഡൊക്കെ ഒരു നൈസ് എടുത്ത് കയറി കിടന്ന് തുടങ്ങിയേക്കാം. എഴുതിട്ട് പോടാം. ഗൈസ്, പിന്നെ നമുക്ക് ചെസ്റ്റും കൂടെ എന്തെങ്കിലും ലൂട്ട് ചെയ്യണം. ചെസ്റ്റിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ലൂട്ട് നോക്കണം. കിട്ടുന്നതൊക്കെ എടുത്തോണ്ട് പോവാം. എല്ലാം എൻ്റെ. ഗൈസ്, നമുക്ക് കിട്ടുന്ന നമുക്ക് വില്ലേജ് ഉണ്ടാവും. നമുക്ക് എന്തോരം പ്രോ ആണെങ്കിൽ നമുക്ക് വില്ലേജ് ഉണ്ടാവും. നമുക്ക് എല്ലാം എടുക്കണം അവിടുന്ന്. എന്നാലേ ഒരു ഗെയിമിന്റെ ഇത് റൂൾ വെച്ച് നമുക്ക് ഇതൊക്കെ നോക്കി എടുക്കാം. എനിക്ക് എനിക്ക് ആവശ്യം വരും. ഇത് ഞാൻ എടുത്തു. അപ്പൊ ഗൈസ്, ഇവിടെ ഒരു സ്റ്റോൺ മാസിന് വേണ്ടി. അപ്പൊ ഇതിന്ന് കിട്ടിയ എല്ലായിടത്തേക്ക് ഒന്നും കളയണ്ട, ഇത് ഇരിക്കട്ടെ. അപ്പൊ ഗൈസ്, നമുക്ക് ഇവിടുന്ന് കുറച്ച് ക്യാറ്റസ് കൊണ്ടുപോകണം. അപ്പൊ അത് ഇവിടെ അത്യാവശ്യം നിപ്പുണ്ട്, നമുക്ക് കുറച്ച് കൊണ്ടുപോയേക്കാം.
അപ്പം കിട്ടുന്നതെല്ലാം കൊണ്ടുപോയി നമുക്ക് അതൊരു ഫാം ആക്കേണ്ടി വരും. അപ്പോൾ ഗൈസ് ഞാൻ ഈ ഒരു സാൻഡ് ബയം കിട്ടിയ പിന്നെ എനിക്ക് എല്ലാം കിട്ടി ഗൈസ്. തൊട്ടടുത്തൊരു ജംഗിള്, പിന്നെ ഒരു ടെറാക്കോട്ട. ഈ ടെറാക്കോട്ടയൊക്കെ നമുക്ക് ബിൽഡിങ്ങിനൊക്കെ നല്ലപോലെ യൂസ് ചെയ്യാനുള്ള സാധനമാണ്. ഇതൊക്കെ നമുക്ക് ആവശ്യം വരും. ഇതൊക്കെ എടുത്ത് വെച്ചേക്കാം. ഞാൻ കുറച്ച് ക്യാറ്റേഴ്സെ കൊണ്ടുപോകുന്നുള്ളൂ ഇപ്പോൾ തൽക്കാലം. പിന്നെ ഒന്ന് ആവശ്യമുള്ളപ്പോൾ എടുത്തോളാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ ഒരു മൈൻ ഷാഫ്റ്റ് ആണ്